ഞാൻ വീണ്ടും വന്നു. ഇറ്റ്സ് മീ മെറീന ജോബി അഗൈൻ. വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ലുക്കും നല്ല കിഡിലൻ ടേസ്റ്റ് ഉള്ള ഒരു സൂപ്പർ ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ. ഇത്തിരി ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണെങ്കിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ഫിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് എടുക്കാം. അത്യാവശ്യം ഫ്ലഷ് ആയിട്ടുള്ളതും പെട്ടെന്ന് ഉടഞ്ഞു പോകാത്തതുമായ ഫിഷ് എടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. അപ്പം ഞാനിവിടെ അത്യാവശ്യം വലിയ പീസസ് തന്നെയായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഫിഷിൻ്റെ വലിപ്പം ഒന്ന് കുറച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ല സോഫ്റ്റ് പേസ്റ്റ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ മസാല എല്ലാം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയൊക്കെ കുറച്ചൊന്ന് മീനിൽ പിടിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പം മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട് ഒന്ന് കളർ മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കിസ്മിസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വീർപ്പിച്ചെടുക്കണം. അപ്പോൾ കിസ്മിസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് കാഷ്നട്ടും കിസ്മിസും നമ്മുടെ നെയ്യും കൂടെ ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലാക്കി സൈഡിലോട്ട് നീക്കി വെക്കാം. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് കുറച്ച് സവോള വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ നമ്മുടെ സവോള വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 വലിയ സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സവോള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കോരി മാറ്റുകയാണ് ഇതിൻ്റെ അകത്തുനിന്ന്. അതും ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റിയിട്ട് നമുക്ക് സൈഡിലോട്ടൊന്ന് നീക്കി വെക്കാം. അപ്പം നമ്മുടെ സവോള വറുക്കുന്നതിനിടയിൽ നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫിഷ് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫിഷ് 2 സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാണ്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാ ഫിഷും കൂടെ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതും ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് 2 കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കണം, അതേപോലെ തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഫിഷ് മസാല റെഡിയാക്കി എടുക്കണം. അപ്പം നമുക്ക് അടുത്തത് റെഡിയാക്കി എടുക്കാനുള്ളത് നമ്മുടെ റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ചധികം തന്നെ വെള്ളം എടുത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഊറ്റി കളയാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ചധികം വെള്ളമായാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലോട്ട് ഒരു 4 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഞാനൊരു 5-6 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഞാനൊരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് കുതിർത്തി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷമായിട്ടാണ് ഞാൻ ഈ തിളച്ച വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് ഊറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തോടഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് പകർത്തി വെക്കാം.
അപ്പോൾ നമ്മുടെ റൈസിൽ നിന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലോട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടുമില്ലാതെ നമുക്ക് റൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫിഷ് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബാക്കി ഉണ്ടായിരുന്ന ഓയിലെല്ലാം കൂടെ ഞാനൊരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് 4 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് കൂട്ടത്തിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 നീളത്തിൽ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് കൂടെ തന്നെ നമുക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വാടി ഒന്ന് കളറ് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് നല്ല കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് സവാളയിട്ട് നല്ല മിക്സ് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയായിട്ട് നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ സവാളയുടെ മസാലയിലൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറേയും കൂടി ടേസ്റ്റ് ആവും നമ്മുടെ ഫിഷ് മസാലയ്ക്ക്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കുകയാണ്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ മസാലകളെല്ലാം വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഫിഷിനെ. അപ്പോൾ നമ്മുടെ എല്ലാ ഫിഷും നമ്മൾ മസാല വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിക്കും. പിന്നെ ഫിഷ് അധികം കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് പിടിച്ച് വന്നാൽ മതിയാവും. കാരണം ഓൾറെഡി നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഫിഷിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ദം ചെയ്യാനുള്ളത് മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പാനിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാല എല്ലാം വെച്ച് കൊടുക്കുകയാണ്. മീൻ ഉടയാതെ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. കുറച്ച് മസാല ഞാനൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടത് നിരത്തി കൊടുക്കണം, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഫിഷ് മസാല എല്ലാം നന്നായിട്ടൊന്ന് നിരത്തി ഒരു ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസിൽ നിന്ന് ഒരു പകുതി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ലെയർ റൈസ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കാഷ്നട്ടും കിസ്മിസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച കുറച്ച് സവാളയും കൂടെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുഞ്ഞി ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് നമ്മുടെ ഫിഷ് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന് കുറേശ്ശെ ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ മസാല നമ്മുടെ റൈസിൽ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശെ സൈഡുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ്, കുറച്ച് വെള്ളമായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഇത്തിരി ഫുഡ് കളറും കൂടെ അതിൻ്റെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നാലാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലിലോട്ട് നമ്മുടെ ബാലൻസ് ഉള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത അതേ കാര്യങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. കാഷ്നട്ട്, കിസ്മിസ്, ഫ്രൈഡ് ഓണിയൻ, മലയില, പൈനാപ്പിൾ, ക്യാരറ്റ്, നമ്മുടെ ഫിഷ് മസാല, പിന്നെ നമ്മുടെ നെയ്യും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റ് ആക്കുക. അപ്പൊ നമ്മുടെ 2 ലെയർ റൈസ് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലിഡ് വെച്ച് ഇത് മൂടി വെക്കാം. അപ്പൊ ഇത് മൂടി വെച്ചതിന് ശേഷം നമ്മുടെ ലിഡുമ്പോ ഹോൾ എങ്ങാനും ഉണ്ടെങ്കിൽ നമുക്കൊരു പേപ്പറോ ടിഷ്യൂ പേപ്പറോ എങ്ങാനും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് നല്ല കാണാൻ പറ്റും നന്നായിട്ട് നമ്മുടെ ആ ലിഡിന്റെ മേൽഭാഗത്ത് നന്നായിട്ട് ആവി വന്നിട്ട് അതിന്റെ വെള്ളം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മെൽറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ നെയ്യെല്ലാം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാൻ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.